മഹാരാഷ്ട്ര ബീഡിൽ ട്രക്ക് മറിഞ്ഞ് അപകടത്തിൽ സമീപത്തുണ്ടായിരുന്ന തൊഴിലാളികളും എഞ്ചിനീയർമാരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആർക്കും സാരമായ പരിക്കില്ല. അഖില സിപ്പി ചേരുന്നു വിവരങ്ങളുമായി. അഖില, ഈ ജീവന്റെ ബലത്തിൽ രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല അല്ലേ? അതെ ലക്ഷ്മി, തലനാരിഴയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സും തൊഴിലാളികളും രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി എഞ്ചിനീയർ ഇൻസ്പെക്ഷൻ നടത്താൻ വന്നതായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വലിയ ട്രക്ക് ഫുൾ ലോഡായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ റോഡിന്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം അത് ഒരു വലിയ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു റോഡല്ല, മണ്ണുകൊണ്ടുള്ള റോഡാണ്. അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായ സാധനങ്ങളാണ് ആ ലോറിയിലുള്ളത്. അപ്പോൾ ആ ലോറിയാണ് ഇപ്പോൾ മറിഞ്ഞു വീണിരിക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ അവിടുത്തെ പ്രദേശത്തെ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം ഈ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇവിടെ ഈ കലുങ്ക് നിർമ്മാണവും പാല നിർമ്മാണവും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ബദൽ റോഡ് വേണം എന്നുള്ളത് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും. ഇപ്പോൾ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് ഒരു ബദൽ റോഡ് വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുന്നത്. അപ്പോൾ ആ പരാതി പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ സമയത്ത് ഈ റോഡ് നിർമ്മാണം പുതിയത് നടക്കുന്നുണ്ട്. അതിനായിട്ട് ഇൻസ്പെക്ഷൻ എത്തിയ എഞ്ചിനീയർമാരും തൊഴിലാളികളും നിൽക്കവെയാണ് ട്രക്ക് മറിഞ്ഞു വീണത്. എന്തായാലും ഈ നാട്ടുകാരുടെയും ഈ വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ ഈ പറയുന്നത് പോലെ ഒരു കടലാസിൽ തള്ളിക്കളയുന്നതിന് പകരം അത് വ്യക്തമായി കണ്ടു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഈ എഞ്ചിനീയർമാരും അനുഭവിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ഒരു ചളി നിറഞ്ഞപ്പോൾ നമുക്കറിയാം മഴക്കാലമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മഴയുള്ള സമയത്തും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നേരിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി റോഡ് നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും ഒക്കെ വേഗത്തിൽ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ട്രക്ക് മറിഞ്ഞതോട് ഉൾപ്പെടെ തന്നെ ഈ കലുങ്ക് നിർമ്മിച്ചതിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അവിടെയും വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. എന്തായാലും റോഡ് നിർമ്മാണം ഈ ദുരിതം നേരിട്ട് കണ്ടതിന്റെ ഫലമായി റോഡ് നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.